നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതായത് ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ എന്ന് പറയുമ്പോൾ ഫിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നറിയാമോ? എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഫിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാലയെ സഹായിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞാൽ റഷ്യയാണ്. ഏതാണ്? റഷ്യയാണ്. അതുപോലെ തന്നെ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. സഹായിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. ഏതാണ്? ജർമ്മനിയാണ്. അതുപോലെ തന്നെ ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. സഹായിക്കുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? സഹായിക്കുന്ന രാഷ്ട്രം ബ്രിട്ടനാണ്. ഏതാണ്? ബ്രിട്ടനാണ്. അതുപോലെ തന്നെ ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സഹായിക്കുന്ന രാഷ്ട്രം ഏത് തന്നെയാണ്? റഷ്യ തന്നെയാണ്. റഷ്യ തന്നെയാണ്. നമ്മൾ ഉരുക്കെന്ന വാക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഉരുക്ക്? ഉരുക്കിന് ഇംഗ്ലീഷ് പദം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ മലയാള ടൈം അങ്ങനെ പറയാറൊന്നുമില്ല. ഉരുക്കെന്ന് പറഞ്ഞാൽ സ്റ്റീല്. ഇംഗ്ലീഷ് ടൈമാണ് സ്റ്റീല്. ഉരുക്കെന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെയും കാർബണും കൂടി ചേർന്നാണെന്ത്? ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീല്. അതുപോലെ തന്നെ പ്ലേറ്റുകൾ അല്ലെങ്കിൽ പാത്രങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സ്റ്റീലാണ്? പാത്രങ്ങളൊക്കെ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റീലാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ റെയിൽപാളങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? റെയിൽപാളങ്ങളൊക്കെ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? മീഡിയം സ്റ്റീലാണ്. ഏതാണ്? മീഡിയം സ്റ്റീലാണ്. കാർഷികായുധങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? മൈൽഡ് സ്റ്റീലാണ്. ഏതൊരു സ്റ്റീലാണ്? മൈൽഡ് സ്റ്റീലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശസ്ത്രക്രിയോപകരണങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? ഹൈ കാർബൺ സ്റ്റീലാണ്. ഏതാണ്?